ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ. മത്തായി 15-ന്റെ 1-2 വാക്യങ്ങൾ. അനന്തരം യെരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുക്കൽ വന്നു, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യഹൂദ എതിരാളികളുടെ നടുനായകത്വം വഹിക്കുന്ന സദൂക്യരും പരീശന്മാരും യേശുവിൻ്റെ അടുക്കൽ വന്നു. എപ്പോഴും യേശുവിൻ്റെ പ്രവർത്തനങ്ങളെയും ഉപദേശങ്ങളെയും അനാരോഗ്യകരമായി വിമർശിക്കുന്ന ഒരു നിലപാടാണ് സദൂക്യരും പരീശരും സ്വീകരിക്കുന്നത്. ഇവിടെ പറയുന്നു, നിന്റെ ശിഷ്യന്മാർ പൂർവികന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നു. അതായത് ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ല. ഇത് യഹൂദ നേതാക്കന്മാരുടെ അന്ധതയെ സൂചിപ്പിക്കുന്നതാണ്. ശുദ്ധീകരണം എന്നുള്ളത് ബാഹ്യമായിട്ടുള്ളതാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരുവനെ മലിനനാക്കുന്നത് അകത്തുനിന്ന് വരുന്നതാണ് എന്നത് കർത്താവ് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതവർ മറന്നുപോകുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് ശാസ്ത്രിമാരും പരീശന്മാരും പറയുന്നത് മോശ എഴുതിയ കൽപ്പനകളും വാക്കാൽ ലഭിച്ച കൽപ്പനകളും തമ്മിൽ പ്രാപിച്ചു എന്നാണ്. വാക്കാൽ ലഭിച്ച കൽപ്പനകളിൽ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി ഉൾപ്പെടുന്നു എന്നതാണ് അവർ പറയുന്നത്. അതായത് തലമുറയായി അവരിത് ഉപദേശിച്ച് വന്നതുകൊണ്ട് അവരുടെ ആചാര പ്രമാണങ്ങളിൽ ഇത് ചേർത്ത് വന്നു. പൂർവികന്മാരുടെ പാരമ്പര്യ ആചാരത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. മോശ മുഖാന്തരം രൂപപ്പെടുത്തിയിട്ടുള്ള കൽപ്പനയോട് ഇത് മുഖാന്തരം വളരെ കാര്യങ്ങൾ കൂടി ചേർക്കുകയും ചെയ്തു വന്നിരുന്നു. ഈ പാരമ്പര്യം ഭക്ഷിക്കുന്നതിന് മുൻപേ കൈകൾ കഴുകണമെന്നും ഉപദേശിക്കുന്നു. പഴയ നിയമം ഇതിനെക്കുറിച്ചൊന്നും തന്നെ പറയുന്നില്ല. സ്പൂണ്, കത്തി, ഫോർക്ക് അല്ലെങ്കിൽ മുള്ള് എന്നിങ്ങനെ ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഭക്ഷിക്കുന്നവർക്ക് കൈ കഴുകൽ അത്ര അത്യാവശ്യമായി തോന്നത്തില്ല. വിശുദ്ധിയെയും അശുദ്ധിയെയും കുറിച്ചുള്ള ദൈവിക പ്രമാണം തികച്ചും വ്യത്യസ്തമാണ്. ലോകം ബാഹ്യമായത് നോക്കുന്നു, എന്നാൽ ദൈവം ഹൃദയവിശുദ്ധിയെ വിലമതിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ, രക്തസ്രവമുള്ള ഒരു സ്ത്രീ അശുദ്ധയാണ്. പ്രസവത്തെ തുടർന്ന് ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു സ്ത്രീ അശുദ്ധയാണ്. എല്ലാ ശവശരീരവും അശുദ്ധമാണ്. അതിനെ തൊടുന്നവനും അശുദ്ധനാണ്. പുറജാതിക്കാരൻ അശുദ്ധനാണ്. കുഷ്ഠരോഗി അശുദ്ധനാണ്. ഇതെല്ലാം പഴയ നിയമ പ്രമാണങ്ങളിലുള്ളതാണ്. കർത്താവ് ഈ പ്രമാണത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനത്തെ തൻ്റെ പ്രായോഗികതയിലൂടെ ഒന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. തിന്നുന്നതും തിന്നാൻ പാടില്ലാത്തതുമായ മൃഗങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ എന്നിവയ്ക്ക് ഒരു ലിസ്റ്റ് ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിലുണ്ട്. താനേ ചത്തതിൻ്റെ മാംസം തിന്നാനോ തൊടാനോ പാടില്ല. ഇങ്ങനെയുള്ള ഒരു ശരീരത്തിൽ ഭൂതം പ്രവേശിക്കുന്നുവെന്നും അത് ഭക്ഷിക്കുന്നവനിൽ ഭൂതം അധിവസിക്കുമെന്നുമൊക്കെയായിരുന്നു അവരുടെ ചിന്ത. ചില മതങ്ങൾ മതാചാരപ്രകാരം വിശുദ്ധമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. ഉദാഹരണമായി പൂച്ച, മുതല ഇങ്ങനെയുള്ള ജീവികളെ മിസ്രയീമ്യർ വിശുദ്ധ ജീവികളായി കണക്കാക്കി വന്നിരുന്നു. മറ്റുള്ള ജാതികളിൽ അങ്ങനെയുള്ള ആളുകൾ ഭജിച്ചു വന്ന ഏതെങ്കിലും ജീവിയെ ഭക്ഷിക്കുന്നത് യഹൂദജാതിക്ക് അറപ്പായിരുന്നു. പന്നി, മുയൽ എന്നീ ജീവികളുടെ ഭക്ഷിക്കുമ്പോൾ സാംക്രമിക രോഗങ്ങൾ പകരുന്നുവെന്നും അതുകൊണ്ട് വളരെ നല്ലവണ്ണം വേവിച്ച് ഉപയോഗിക്കാതിരുന്നാൽ അത് ദോഷം ചെയ്യുമെന്നുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള പഠനമുണ്ട്. രക്തം പൂർണ്ണമായി കളഞ്ഞ ശേഷമേ യഹൂദന് മാംസം തിന്നാൻ പാടുള്ളൂ. രക്തത്തിൽ ജീവൻ അടങ്ങിയിരിക്കുന്നതാണ് അതിൻ്റെ കാരണം. ജീവൻ ദൈവത്തിൻ്റെ വക മാത്രമാണ്. തെരുവിൽ കൂടെ യാത്ര ചെയ്യുന്നവൻ അശുദ്ധനായ ഒരുവനെ സ്പർശിച്ചു എന്ന് വരാം. പാലസ്തീനിൽ അക്കാലത്ത് പുറജാതിക്കാർ ധാരാളം ഉണ്ടായിരുന്നു. ഇവിടെ ശുദ്ധീകരണത്തിന് ഒരു നിയമമുണ്ട്.
മുഴുകൽ അഥവാ കുളി. അക്ഷരാർത്ഥത്തിൽ ഇതും കൂടെ പെസഹ രാത്രിയിലെ കാൽകഴുകൽ ശുശ്രൂഷയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധീകരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി വേർപെട്ടിരിക്കുന്ന എന്ന അർത്ഥത്തിലാണ്. ഇതിന് ആന്തരികവും ബാഹ്യവും എന്നിങ്ങനെ രണ്ട് വശങ്ങളുണ്ട്. അപ്പോൾ ബാഹ്യമായ വശം 7-ാം ദിവസത്തെ ശുദ്ധീകരിക്കുന്നതിൽ കാണാൻ കഴിയും. അന്ന് ഇസ്രായേൽ മക്കൾ എല്ലാവരും, അതായത് പുരോഹിതൻ, ലേവ്യൻ, ജനങ്ങളും, ആദിജാതൻ, തിരുനിവാസം, ദേവാലയം, അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഇങ്ങനെ ബാഹ്യമായ ശുദ്ധീകരണത്തിന് ഏൽപ്പിക്കപ്പെടണം. അപ്പോൾ യഹൂദന്റെ പ്രമാണപ്രകാരം ബാഹ്യ വിശുദ്ധീകരണത്തിനും ശുദ്ധിക്കും കൂടുതൽ പ്രാധാന്യം നൽകുകയും അകമേയുള്ള മനുഷ്യന്റെ ശുദ്ധിക്ക് ഒട്ടും ഗൗരവം കൊടുക്കാതെയും ഇരുന്ന കാലത്താണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നു എന്നതിനെ കണ്ട് അതിനെ വിമർശിക്കുന്നത്. അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടി തുടർന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവം നോക്കുന്നത് നമ്മുടെ ഉള്ളത്തെയാണ്. ഉള്ളിൻ്റെ വിശുദ്ധി, ഹൃദയത്തിൻ്റെ വിശുദ്ധി ദൈവം തീർച്ചയായും മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറഞ്ഞത്. ഹൃദയശുദ്ധിയോടെ ജീവിപ്പാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബാഹ്യമായ ശുദ്ധീകരണ പ്രക്രിയകൾ പ്രമാണങ്ങൾക്കധിഷ്ഠിതമാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഹൃദയശുദ്ധിയോടെ ജീവിപ്പാൻ നമുക്കിടയാകണം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഉള്ളിൻ്റെ ശുദ്ധീകരണമുള്ളവരായി ജീവിപ്പാൻ ഇന്ന് പകലിൽ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ വാക്കുകൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ, പ്രവർത്തനങ്ങൾ എല്ലാം ദൈവഹിതത്തിന് യോജിക്കുന്നവയായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ശുദ്ധിയോടെ ദൈവമുൻപാകെ കാണപ്പെടുവാൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും വിശുദ്ധിയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.